നമ്മൾ കല്യാണം കഴിക്കുന്നതുകൊണ്ട് നമ്മളുടെ പേരൻസിന് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒരിക്കലും ഉണ്ടാകരുത് എന്ന് വളരെയധികം ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതിപ്പോൾ ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും. ബൈ ദ വൈ എൻ്റെ ഒരു 7 years ലവ് മാരേജ് ആയിരുന്നു കേട്ടോ. ഈ 7 yearsൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതും നടക്കുന്നതും ഒക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ആൾക്കാർ പലതും പറയും ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് ഒരു താലി കെട്ടിയിട്ട് നടന്നുകൂടെ, രജിസ്റ്റർ ചെയ്തിട്ട് നടന്നുകൂടെ എന്നൊക്കെ ആൾക്കാരുടെയൊക്കെ വായ അടപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ അപ്പം തിരിച്ച് മറുപടി കൊടുക്കാതിരിക്കുക. ഞാനും അതുപോലെയാണ് ഇന്ന് ചെയ്തത്. ഫ്യൂച്ചറിൽ നമ്മൾ നന്നായി ജീവിക്കണം കാണുമ്പോൾ അവരുടെ വാ തന്നെ അടഞ്ഞോളും. എൻ്റെ അതുൻ്റെയും കല്യാണം ഒരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു. മാത്രമല്ല കല്യാണം കഴിഞ്ഞ ഉടനെ വീടിൻ്റെ പ്രാരാബ്ദവും കുടുംബം എങ്ങനെ നോക്കണമെന്നൊക്കെ പഠിക്കണമല്ലോ. അതിന് വേണ്ടി ഞങ്ങളൊരു വീടെടുത്ത് അങ്ങോട്ട് മാറി ഗൈസ്. ആ വീടെടുക്കാനുള്ള പൈസയും കല്യാണം കഴിക്കാനുള്ള പൈസയും വീട്ടിലേക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സാധനങ്ങൾ വാങ്ങിക്കണം. എല്ലാ പൈസയും നമ്മളെ മാതാപിതാക്കളുടേന്നോ നാട്ടുകാരുടേന്നോ വീട്ടുകാരുടേന്നോ വാങ്ങിയിട്ടില്ല. മാതാപിതാക്കളെ നമ്മൾ ഒഴിവാക്കിയതിന് കാരണം അവർക്ക് ആ ഒരു സ്ട്രഗിൾ കൊടുക്കാതിരിക്കാനാണ്. കാരണം നമ്മളാണല്ലോ ജീവിക്കണത്. അപ്പോൾ നമ്മളെന്തിനാ അവരുടെ പണിയെടുത്ത കാശ് മേടിക്കുന്നത് അല്ലേ? എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഞാനൊരു കല്യാണം കഴിച്ചു, വീടെടുത്ത് മാറി. ഞങ്ങൾ രണ്ടാളും വീടെടുത്ത് മാറുമ്പോൾ ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നാതിരിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കല്യാണത്തിന് മുന്നേ ഒരു ചെറിയ പട്ടിക്കുട്ടീനെയും കൂടെ വാങ്ങി. അതാണ് ഞങ്ങളുടെ സ്നോ ബേബി. അപ്പം ഞങ്ങളുടെ ജീവിത കഥ ഇവിടെ തുടങ്ങുകയാണ്. അപ്പം കൂടെ കൂടാൻ ആഗ്രഹമുള്ളൊരു പ്ലീസ് സപ്പോർട്ടേഴ്സ്. താങ്ക് യു ആൻഡ് ബൈ ബൈ. സീ യു. ലവ് യു ഓൾ.